ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്ന് നമ്മളൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ് കാണാൻ പോകുന്നത്. ഈ സിനിമ ഒരു പക്ഷേ കുറച്ച് പേര് കണ്ടിരിക്കാം, കാണാത്ത ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ വെപ്പൺസ് എന്ന അമേരിക്കൻ മൂവിയാണിത്. ഇതൊരു ഹൊറർ മൂവിയുടെ മോഡല്ല, ഒരു ത്രില്ലർ മോഡാണ്. അതുകൊണ്ട് പേടിയുള്ളവരും കാണാം. കുറച്ച് കുട്ടികൾ ഒരു ദിവസം രാത്രി പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നു. ഇവരെങ്ങോട്ടാ പോയെന്നറിയില്ല. പെട്ടെന്നങ്ങ് മാഞ്ഞുപോയി. കുറെ ദിവസമായിട്ട് ഇവരെ കാണുന്നില്ല. ഇവരന്വേഷിച്ചു പോകുന്നതാണ് കഥ. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയാണ് കഥ പറയുന്നത്. ആ കുട്ടി പറയാണ്, 2 വർഷങ്ങൾക്ക് മുന്നേ എന്റെ നാട്ടിലൊരു സംഭവം ഉണ്ടായി. മറ്റെവിടെയും ആരും കേൾക്കാത്തൊരു സംഭവം. അതെന്റെ സ്കൂളിലാണ് നടന്നത്. മേബ്രൂക്ക് എലിമെന്ററി സ്കൂൾ. അന്നേ ദിവസം 5ാം ക്ലാസ് പഠിപ്പിക്കുന്ന മിസ് ജസ്റ്റിൻ ഗാൻഡി എന്ന ടീച്ചർ അവരുടെ ക്ലാസ്സിലേക്ക് ചെല്ലുന്നു. അപ്പൊ ആ ക്ലാസ്സിൽ ഒരൊറ്റ കുട്ടി മാത്രമേ ഉള്ളൂ. അവന്റെ പേര് അലക്സ് എന്നാണ്. ബാക്കിയുള്ള 17 കുട്ടികളെയും കാണുവാനില്ല. സംഭവം തലേ ദിവസം രാത്രി 2:17 ഈ കുട്ടികളെല്ലാം അലാറം വെച്ച് എഴുന്നേറ്റ് വീടിന്റെ ഡോറും തുറന്ന് എങ്ങോട്ടോ ഓടിപ്പോയി. ആ 17 കുട്ടികളും ഇരുട്ടിൽ അവർ ഓടി മറഞ്ഞു. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. എവിടേക്കാണ് പോയതെന്നറിയില്ല. ഓരോ കുട്ടികളും കൈ ഇങ്ങനെ വിരിച്ചു പിടിച്ചിട്ടാണ് എങ്ങോട്ടോ ഓടിപ്പോയത്. ഇരുട്ടിൽ എവിടെയോ അവരെല്ലാം ഓടി മറഞ്ഞു. ഈ വിഷയത്തിൽ ആ നാട്ടിലെ പാരന്റ്സും ടീച്ചേഴ്സും നാട്ടുകാരും എല്ലാവരും കൺഫ്യൂഷനിലാണ്. ഈ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് അവരെങ്ങനെ കാണാതെ പോയി? പോലീസുകാർ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഒരു കുട്ടിയുടെ തുമ്പ് പോലും കിട്ടുന്നില്ല. ഈ പോലീസുകാർ മനസ്സിലാക്കിയ കാര്യം കറക്റ്റ് 2:17 ഇവരെല്ലാം എഴുന്നേറ്റ് ഓടിയിരിക്കുന്നത്. അത് അവര് വെച്ച അലാറം ക്ലോക്കിൽ നിന്നും കാണാൻ പറ്റി. പല വീടുകളിലും ക്യാമറകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കുട്ടികൾ ഓടുന്നത് മാത്രമേ പതിഞ്ഞിട്ടുള്ളൂ. ഇരുട്ടിൽ എവിടെയാണ് അവർ ഓടി മറഞ്ഞതെന്ന് അതിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ ബാക്കിയുണ്ടായിരുന്ന ഒരേ ഒരു കുട്ടി അലക്സിനോട് പോലീസുകാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ആ കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഇട്ടിരുന്നോ, ഇതിനെക്കുറിച്ച് ക്ലാസ്സിൽ സംസാരിച്ചിരുന്നോ എന്നൊക്കെ. അവൻ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല എന്നാണ് പറയുക. പിന്നെ ആ ക്ലാസ് ടീച്ചർ അവരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നു. പാവ ടീച്ചർക്കും ഒരു വിവരം അറിയില്ല. ഇങ്ങനെ 1 മാസം കഴിഞ്ഞു പോകുന്നു. ഇതുവരെ കുട്ടികളെ കണ്ടുകിട്ടിയിട്ടില്ല. പാരന്റ്സ് എല്ലാം വിഷമത്തിലായിരിക്കും. ഈ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി സ്കൂൾ അടച്ചിടാണ്. 1 മാസം കഴിഞ്ഞിട്ട് എന്തായാലും സ്കൂൾ തുറക്കണമല്ലോ, ബാക്കിയുള്ള കുട്ടികൾ പഠിക്കണ്ടേ. അതുകൊണ്ട് ഈ കുട്ടികളുടെ ഓർമ്മയ്ക്ക് വേണ്ടി 2 ബൊക്കെയൊക്കെ വെച്ചിട്ട് ഇവർ സ്കൂൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യാണ്. അതിന് മുന്നോടിയായി ഈ കാണാതായ കുട്ടികളുടെ പാരന്റ്സിനെ വിളിച്ചു വരുത്തി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കും. അവരെ ആ വിഷമത്തിൽ നിന്നും പുറത്തു കടക്കാൻ വേണ്ടിയിട്ടും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും. എന്തായാലും വിഷമം ഉണ്ടാവുമെന്നറിയാം, എന്നാലും ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ഈ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. അതിൽ എച്ചമാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും സമാധാനിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് പ്രസംഗിക്കുക. ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായത് മറന്നു പോണെന്നൊക്കെ അച്ഛനമ്മമാരോട് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരില്ലേ? അങ്ങനെ ഒരു അപ്പൻ ദേഷ്യപ്പെട്ട് താൻ എന്ത് വർത്താനാണോ പറയുന്നത്, ഞങ്ങളുടെ പിള്ളേരെ കാണാനില്ല, 17 കുട്ടികൾ എവിടെ പോയിന്നറിയില്ല, ഇതൊരു സെൻസില്ലാത്ത സംഭവമായിപ്പോയി, ഇതെങ്ങനെയാണ് ഉണ്ടായത്, ഞങ്ങൾക്ക് ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. കാണാതായിരിക്കുന്നത് ഒരു ക്ലാസ്സിലെ കുട്ടികൾ മാത്രമാണ്. ആ ടീച്ചറെ നേരെ ചോദ്യം ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് അവളുടെ ക്ലാസ്സിലെ കുട്ടികൾ മാത്രം കാണാതായി? ആ പെണ്ണിനെ കാര്യമായി ചോദ്യം ചെയ്താൽ ഞങ്ങളുടെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ പറ്റും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് ഒരപ്പൻ ഒച്ച വയ്ക്കുന്നു. അപ്പൊ ഈ ടീച്ചർ തന്നെ സംസാരിക്കാൻ തയ്യാറാവും. അവർ മൈക്കിന് മുന്നിൽ ചെന്ന് ഈ സംഭവിച്ച കാര്യത്തിൽ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വിഷമമുണ്ട്, ആ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഞാനും ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്ന് പറയും. ഉടനെ ഈ പാരന്റ്സ് എല്ലാം ഇവൾക്കെല്ലാം അറിയാം, വെറുതെ അഭിനയിക്കുന്നതാണ്, പിടിച്ച് സെല്ലി പൂട്ടി ചോദ്യം ചെയ്താൽ സത്യം എന്താണെന്ന് പുറത്തു വരും, അതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് ഒച്ച വയ്ക്കാൻ തുടങ്ങും. സംഗതി കൈവിട്ടു പോകുന്നു മനസ്സിലാക്കിയ എച്ചം ഈ പാരന്റ്സിനോട്, നിങ്ങളിവിടെ ഒരു വയലൻസ് ക്രിയേറ്റ് ചെയ്യരുത്, അതിനുവേണ്ടിയല്ല നമ്മൾ കൂടിയിരിക്കുന്നത്, സമാധാനത്തോടെ സംസാരിക്കാനാണെന്നും പറഞ്ഞ് അവരെ ഒന്ന് കാമാക്കി ഈ ടീച്ചറെ വീട്ടിലേക്ക് പറഞ്ഞുവിടാൻ ശ്രമിക്കുക. പക്ഷെ പാരന്റ്സ് അടങ്ങിയിരിക്കുന്നില്ല. ഞങ്ങളുടെ കയ്യിലേക്ക് അവളെത്താ, ഞങ്ങൾ സത്യം പുറത്തു കൊണ്ടുവരാമെന്നും പറഞ്ഞ് ഈ പെണ്ണിനെ പിടിച്ച് കടിക്കാൻ വേണ്ടി അതിന്റെ പിന്നാലെ ഓടിച്ചെല്ലാണ്. എച്ചം എങ്ങനെയൊക്കെയോ ആ ടീച്ചറെ രക്ഷപ്പെടുത്തി കാറി കയറ്റി നേരെ വീട്ടിലേക്ക് വിട്ടോളാൻ പറയും. വീട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങണ്ട. ഈ പാരന്റ്സ് എല്ലാം ദേഷ്യത്തിലാണ്, അതുകൊണ്ട് സൂക്ഷിച്ചു പോകാനും പറയുന്നുണ്ട്. ഈ ലേഡി ടീച്ചർ പാവം വിഷമത്തോടെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴി ലിക്കർ ഷോപ്പിൽ കയറി 2 കുപ്പി ബ്രാൻഡി വാങ്ങാൻ തീരുമാനിക്കുക. അങ്ങനെ ലിക്കർ ഷോപ്പിൽ കയറാൻ നേരം ചേച്ചി ബസ്സിന് പൈസയില്ല, എനിക്ക് കുറച്ച് ദൂരം പോകാനുണ്ടെന്നും പറഞ്ഞ് ഒരു ഹോംലെസ് പയ്യൻ ഈ ബ്രാൻഡി കടയുടെ മുന്നിൽ നിൽപ്പുണ്ട്. അവിടെ വരുന്നവരോട് 5ഉം 10ഉം ചോദിച്ചുകൊണ്ട് നിൽക്കുക. ഇതപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, എല്ലാ നാട്ടിലും ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാർ. ബസ്സിന് പൈസയില്ല, 100 രൂപ വേണമെന്ന് പറഞ്ഞ് ക്വാർട്ടർ വാങ്ങിക്കുന്ന ടീമാ. ഈ ടീച്ചർക്ക് അത് അറിയാവുന്നതുകൊണ്ട് സോറി കാശില്ലാന്നും പറഞ്ഞ് ഇവരകത്ത് കയറി വലിയ 2 കുപ്പിയെടുക്കും. ഇതും വാങ്ങിച്ച് പോകാൻ നേരമാണ് ആരോ ടീച്ചറെ ഫോൺ ചെയ്യുന്നു. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ
നീ സൂക്ഷിച്ചോ, ഇന്ന് രാത്രി നിനക്ക് കാളരാത്രിയാണെന്നും പറഞ്ഞ് ഏതോ ഒരാൾ ഭീഷണിപ്പെടുത്തുന്നു. ഇവള് പേടിച്ച് കോള് കട്ട് ചെയ്യും. എന്നിട്ട് മിണ്ടാതെ ഇറങ്ങിച്ചെന്ന് കാറി കയറി നേരെ വീട്ടിലേക്ക് പോവാ. വീടിനടുത്ത് കാറ് പാർക്ക് ചെയ്ത് അവിടെ ചുറ്റുവട്ടത്തും ആരും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഇവള് വീട്ടിലേക്ക് ഓടിച്ചെന്ന് കയറുക. എന്നിട്ട് സമാധാനത്തോടെ ഒരു പെഗ് കഴിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോ ആരോ കോളിംഗ് ബെല്ലടിക്കുന്നു. ഇവള് പേടിച്ച് ഡോറ് തുറക്കില്ല. അടുത്ത് ചെന്ന് ആരാ, പേര് പറയൂ, എന്താണ് വേണ്ടെന്ന് ചോദിക്കുക. ആരും മിണ്ടുന്നില്ല. ജനാലെ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മുന്നിൽ ആരും ഉള്ളതായിട്ടും കാണുന്നില്ല. ഇവളത് ഒഴിവാക്കി വീണ്ടും പെഗ്ഗടിക്കാൻ വരുമ്പോണ്ട് ആരോ ഡോറിലേക്ക് ആഞ്ഞടിക്കുന്നു. പെണ്ണ് പേടിക്കും. എന്നാലും രണ്ടും കൽപ്പിച്ച് ഒരു ടേസർ എടുത്ത് അവൾ ഇറങ്ങുക. ആരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഷോക്കടിപ്പിക്കാലോ. അങ്ങനെ ടേസർ എടുത്ത് പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഇവളെ കാറിൽ ആരോ വിച്ചെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മന്ത്രവാദി കുമ്പിടിനി. ഈ ടീച്ചർ പിറ്റേ ദിവസം ആ പെയിന്റ് മായ്ക്കാൻ നോക്കും, പക്ഷെ നടക്കുന്നില്ല. അത് കുറച്ച് കനമുള്ള പെയിന്റാ. എന്തായാലും ആ പെയിന്റ് വണ്ടി ആയിട്ട് തന്നെ ചേച്ചി സ്കൂളിലേക്ക് പോവാണ്. അവിടെ ചെന്നാലെങ്കിലും സമാധാനമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്തിരിക്കാമെന്നും പറഞ്ഞു. മനസ്സിനൊരു ആശ്വാസമൊക്കെ വേണ്ടേ. പക്ഷെ അവിടുത്തെ എച്ചം പറയും, നീ ഇപ്പോൾ സ്കൂളിലേക്ക് വരുന്നത് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിന് നല്ലതല്ല. പാരൻസ് ഒക്കെ ഒരുപാട് ദേഷ്യത്തിലാണുള്ളത്. അതുകൊണ്ട് കുറച്ച് ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കൂ. അതല്ലെങ്കിൽ ദൂരെയുള്ള ഏതെങ്കിലും കൂട്ടുകാരെ കാണാൻ പോയിട്ട് വാ. ഇതെല്ലാം ശരിയായതിനു ശേഷം നമുക്ക് വീണ്ടും ജോലി ചെയ്യാം. അപ്പോൾ ടീച്ചർ പറയും, ആക്ച്വലി എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? എന്തായാലും ക്ലാസ്സിൽ അലക്സിനോട് എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്, അതിന് പറ്റുമോയെന്ന് ടീച്ചർ എച്ചമ്മിനോട് ചോദിക്കുകയാണ്. പുള്ളിക്കാരൻ പറയും, അലക്സ് ഓൾറെഡി പോലീസുകാരും പത്രക്കാരും ചോദ്യം ചെയ്ത് അവശനിലയില്ല. ഇങ്ങനെയുള്ളൊരു സമയത്ത് നിങ്ങൾ സംസാരിക്കേണ്ട. അവനിപ്പോൾ മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റിയിരുത്തിയിട്ടുണ്ട്. അവന്റെ മാനസിക നില തൽക്കാലം മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യണ്ട, മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. വീട്ടിലേക്ക് പോയിക്കോളെന്നും പറഞ്ഞ് എച്ചമ്മ പറഞ്ഞുവിടാ. ഈ ടീച്ചർ വിഷമത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. പോകുന്ന വഴി ശരിക്കൊരു വിച്ചിനെ കണ്ടതുപോലെയായിരിക്കും അവിടുത്തെ കുട്ടികൾ ടീച്ചറെ കണ്ട് പേടിക്കുക. ഇവർ കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കുന്നു. കാറിൽ ആരോ വിച്ചെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. മാത്രമല്ല ചില ഭീഷണി ഫോൺ കോൾസും വരുന്നുണ്ട്. ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് കംപ്ലൈന്റ് ചെയ്യാണ്. അപ്പോഴായിരിക്കും പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനെ കണ്ട് ഹീറോയിൻ ചിരിക്കുന്നത് കൈ കാണിക്കുന്നു. ഇവർ തമ്മിൽ പരിചയമുണ്ടെന്ന് തോന്നുന്നു. അന്ന് വൈകിട്ട് ഹീറോയിൻ നല്ല ഉടുപ്പൊക്കെ ഇട്ട് ഈ പോലീസുകാരന് വേണ്ടി കാത്തിരിക്കുക. പുള്ളിക്കാരൻ വരുന്നുണ്ട്. രണ്ടുപേരും കുറച്ചേരം സംസാരിക്കും. ഇങ്ങേര് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്തായാലും വരാൻ സമ്മതിച്ചതിന് നന്ദിയെന്ന് ഹീറോയിൻ പറയുക. അയാൾ പറയും, നീ എന്നോട് മിണ്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് സന്തോഷമായി. ഞാൻ നിന്നെ കാണാനിരിക്കുകയായിരുന്നു. ചില സംഭവങ്ങളൊക്കെ ഉണ്ടായല്ലോ. ഇപ്പം നീ ഓക്കെ ആണോ, അതോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത് കേട്ട് ഹീറോയിൻ പറയും, ഈ നാട്ടിലെല്ലാവരും വിചാരിക്കുന്നത് ഞാനൊരു വിച്ചാണെന്ന്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. സ്കൂളിലേക്ക് പോകാനും കഴിയുന്നില്ല. അപ്പോൾ ആ പോലീസുകാരൻ പറയും, നീ അതെല്ലാം സ്വന്തമായിട്ട് തിങ്ക് ചെയ്യുന്ന, ആരും നിന്നെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നില്ല. അതാണ് സത്യം. ഇതെല്ലാം നിന്റെ തലയിലുണ്ടാവുന്ന ചിന്തകളാ. അത് മാറ്റിക്കളെ, അപ്പം തന്നെ സമാധാനം കിട്ടും. അത് കേട്ട് ഹീറോയിൻ പറയുക, അതെൻ്റെ ചിന്തകളൊന്നുമല്ല, എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കുട്ടികൾ വരെ എന്നെ കണ്ട് പേടിക്കുന്നു. എന്തായാലും അതൊക്കെ പോട്ടെ. ഡോണയ്ക്ക് നീ എന്നെ കാണാമെന്ന് അറിയുമോ? ഡോണ അയാളുടെ ഭാര്യയാണ്. ഈ പോലീസുകാരൻ പറയാ, ഇല്ല അറിയില്ല, ഞങ്ങൾ തമ്മിൽ ഇപ്പം അത്ര രസത്തിലല്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ ചിരിച്ചിട്ട്, എന്നാ പിന്നെ എൻ്റെ ഒപ്പം ഒരു ഡ്രിങ്ക്സ് കഴിക്കുമെന്ന് പറയാം. പുള്ളിക്കാരൻ വേണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അടുത്ത സീനിൽ പുള്ളി ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് രണ്ടുപേരും വീട്ടിൽ കൊട്ടി ആഘോഷിച്ചിട്ടുണ്ട്. രാവിലെ പെണ്ണൊരു പാട്ടൊക്കെ വെച്ചുകൊടുത്ത് ചെറുക്കനെ എഴുന്നേൽപ്പിക്കുക. അത് കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കാറി കയറ്റി കൊണ്ടുപോകാൻ, പോലീസുകാരനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക്. അപ്പം ഹീറോയിൻ ചോദിക്കും, ഈ കുട്ടികൾ കാണാതെ പോയ കേസ് ഇപ്പം ഇവരെ സ്റ്റേഷനിലാണല്ലോ ഉള്ളത്, അത് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? നിനക്കതിൻ്റെ ടെൻഷനുണ്ടോ? എന്തെങ്കിലും കണ്ടു കിട്ടിയെന്നൊക്കെ. പോലീസുകാരൻ, പുള്ളിയുടെ പേര് പോൾ എന്നാണ്. പോള് പറയും, എനിക്കതിൻ്റെ ടെൻഷനൊന്നുമില്ല. കാരണം ആ കേസ് എൻ്റെ തലയിലല്ല, ഞാൻ ഡിറ്റക്റ്റീവ് അല്ല, അവിടുത്തെ ഒരു സാധാരണ പോലീസുകാരനാണ്. അത് ഞങ്ങളുടെ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും എവിഡൻസ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വറീഡാവണ്ട. അപ്പം ഹീറോയിൻ പറയാണ്, ഈ കേസിൽ ഞാനും ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് ഇത് സോൾവ് ആവണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇനിയിപ്പോൾ പോലീസിനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ ഇത് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടും. അപ്പോൾ പോള്, ഇതൊരു ചൈൽഡ് മിസ്സിംഗ് കേസാണ്, പോലീസുകാരുടെ കയ്യിലുള്ള കേസ്. അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ. നീ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, അതാണ് നിനക്ക് നല്ലത്. ഇൻവെസ്റ്റിഗേഷൻ വൃത്തിയായിട്ട് പോകുന്നുണ്ട്. തക്കതായ സമയത്ത് നീ വിവരങ്ങൾ അറിയും. ഇപ്പം മിണ്ടാതെ വീട്ടിലേക്ക് പോകുമെന്നും പറഞ്ഞ് പോലീസുകാരൻ ഹീറോയിനെ വീട്ടിലേക്ക് പറഞ്ഞുവിടാം. എന്നാൽ അവള് വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഏക തുമ്പ് ഈ അലക്സ് എന്ന് പറയുന്ന പയ്യനാണല്ലോ, ആ ക്ലാസ്സിൽ ബാക്കിയുണ്ടായിരുന്ന പയ്യൻ. ഹീറോയിൻ അവനെ ഫോളോ ചെയ്ത് പോവാ. ഈ ചെറുക്കനോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. അപ്പോഴേക്കും ഈ പയ്യൻ വീട്ടിലേക്ക് കയറി ചെന്നു. വീട്ടിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കാമെന്നും പറഞ്ഞ് ഹീറോയിൻ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. കോളിംഗ് ബെൽ അടിക്കുന്നു. ആരും ഡോർ തുറക്കുന്നില്ല. ഈ വീടിന്റെ ജനാലകളെല്ലാം ന്യൂസ് പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. വീടിനകത്തേക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവള് വീടിന് പിറകിലൂടെ ചെല്ലും. അവിടെ എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുക. ഒരു ജനാലയുടെ ചെറിയ ഗ്യാപ്പിൽ ഈ പേപ്പർ ഇളകി കിടപ്പുണ്ട്. ആ സൈഡിലൂടെ ഇവൾ അകത്തേക്ക് നോക്കും. അപ്പണ്ട് രണ്ട് മനുഷ്യർ അനങ്ങാതെ സോംബിയെ പോലെ അവിടെ കൗച്ചിലിരിക്കുക. ഇവളത് കണ്ട് പേടിച്ച് ഞെട്ടിപ്പോവും. ഇതെന്താ ഈ മനുഷ്യർ അനങ്ങാതിരിക്കുന്നു? ഒന്നുകൂടെ നോക്കാണ്, അവരവിടെ തന്നെ അനങ്ങാതിരിക്കുന്നു.
ഇവൾ ഉടനെ ആ വിവരം എച്ചമ്മനെ വിളിച്ചു പറയും. ഞാൻ അലക്സിനോട് സംസാരിക്കാൻ ചെന്നു. പക്ഷെ അവന്റെ വീട്ടിൽ അനങ്ങാതെ രണ്ടുപേരിയ്ക്കുന്നതാണ് കണ്ടത്. ആ വീടിന്റെ അവസ്ഥ ശരിയല്ല. എനിക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങൾ മണക്കുന്നുണ്ട്. ഇതെന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് കേട്ട് എച്ചം പറയാണ്, നീ അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടാതിരിക്കെ. അലക്സിന്റെ വീട്ടിലേക്ക് ഞങ്ങളോട് പറയാതെ പോകുന്നത് തെറ്റാണ്. ആ പയ്യനെ വെറുതെ വിട്ടേക്ക്. അവനും ഈ കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് കുഞ്ഞു പയ്യനല്ലേ. അവരെങ്ങാനും നിങ്ങൾ ചെന്നതിന് കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വേറെ ആക്ഷൻ എടുക്കേണ്ടി വരുമെന്ന് പറയാണ് എച്ചം. അപ്പൊ ഹീറോയും പറയും, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ആ കുട്ടിയുടെ കാര്യത്തിൽ ഞാനും വറീഡാണ്. അവന്റെ വീടും അറ്റ്മോസ്ഫിയറും ശരിയല്ല. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഇങ്ങനൊരു മോശം അവസ്ഥയിൽ ഒരു കുട്ടി വളരാൻ പാടില്ല. അതുകൊണ്ട് ചൈൽഡ് പ്രൊട്ടക്ഷനിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറയാണ് ഹീറോയിൻ. ഇത് കേട്ട എച്ചം, പെട്ടെന്നൊന്നും എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ. ഞാൻ ആ പാരന്റ്സിനോട് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞ് നിന്നെ വിവരം അറിയിക്കാം എന്ന് പറയാണ്. ഹീറോയിൻ ശരിയെന്നും പറഞ്ഞ് വീണ്ടും ബ്രാൻഡി വാങ്ങിക്കാൻ വേണ്ടി ഈ ലിക്കർ ഷോപ്പിലേക്ക് ചെല്ലുക. അപ്പോൾ ഒരു വലിയ പെണ്ണ് വന്ന് ഹീറോയിനെ വലിച്ചു താഴ്ത്തിട്ട് ഒരു ബോട്ടിൽ കയ്യിലെടുത്തിട്ട്, നീ എന്റെ ഭർത്താവുമായി കുൽസിച്ചു അല്ലടി. അവന് മദ്യം കൊടുത്ത് നീ കുൽസിച്ചു. നിന്നെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞ് അടിക്കാൻ നിൽക്കുക. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലെന്ന് അവൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. നീ വിചാരിക്കുന്നത് പോലെയല്ല. എന്നാലും ആ പെണ്ണ് വിടുന്ന മട്ടില്ല. അപ്പൊ ആ കടയിലെ ജീവനക്കാരൻ വന്നുകൊണ്ട് ഭാഗ്യത്തിന് ആ പെണ്ണിനെ പിടിച്ചോണ്ട് പോകും. നമ്മുടെ ഗ്ലാഡിസ് ഹീറോയിൻ വീട്ടിൽ വന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അത് കഴിഞ്ഞ് 2 പെഗ്ഗൊക്കെ അടിച്ച് കിടന്നുറങ്ങും. ഇപ്പൊ രാത്രിയിൽ ആ ക്ലാസ് മുറിയിലെ എല്ലാ കുട്ടികളും വന്നിട്ടുണ്ട്. ഈ അലക്സ് എന്ന് പറയുന്ന ചെറുക്കൻ മാത്രം തല ഉയർത്തി ഒരു കോമാളി രൂപത്തിൽ ഇങ്ങനെ നോക്കാം. ഇത് കണ്ടവള് ഞെട്ടി എഴുന്നേൽക്കും. കണ്ടത് സ്വപ്നമായിരുന്നു. സീലിംഗിൽ നോക്കുമ്പോൾ പെട്ടെന്നുണ്ട് അവിടെ വലിയൊരു കോമാളി. യമ്മേ എന്ന് പറയുമ്പോഴത്തേക്കും കോമാളി മാറി അത് ലൈറ്റിന്റെ കുടുക്കിയായി. വീണ്ടും ഒരു സ്വപ്നം. ഇതെന്താ സ്വപ്നത്തിൽ സ്വപ്നം? എന്തായാലും പിറ്റേന്ന് ബാക്കിയുള്ള ആ അലക്സ് എന്ന് പറയുന്ന പയ്യൻ അവനെ കാണാൻ വേണ്ടി ചെല്ല. അവൻ സ്കൂള് വിട്ടു വരുന്ന വഴിയെ, അലക്സ്, മോൻ ഒരുപാട് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അതേ അവസ്ഥയിലാണ് ഞാനും. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വന്നത്. നീ ഇപ്പോൾ ഓക്കെ അല്ലേന്ന് ചോദിക്കുക. ഉടനെ ആ ചെറുക്കൻ, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. എന്നെ ഫോളോ ചെയ്ത് വന്നു പോകരുത്. എനിക്കത് ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. അവൻ എന്താ അങ്ങനെ കാണിച്ചെന്ന് മനസ്സിലായില്ല. എന്തായാലും ആ ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് അപ്പനും അമ്മയോട് സംസാരിച്ചിട്ട് എന്നെ കാര്യമെന്നും പറഞ്ഞ് ഹീറോയിൻ അവരെ കതവി പോയി മുട്ടുക. ആരും തുറക്കുന്നില്ല. ഒരുപക്ഷെ ആൾക്കാർ പുറത്തു പോയതാണെങ്കിലോ. എന്തായാലും അവിടെ തന്നെ കാത്തിരിക്കാമെന്നും പറഞ്ഞ് ഇവള് കാറിയിരുന്ന് ആ വീട്ടിൽ എന്താ നടക്കണേന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുക. എന്നാൽ ഇരുന്ന പെണ്ണ് അവിടെ തന്നെ ഉറങ്ങിപ്പോയി. ഇപ്പൊ ഇരുട്ടായി. രാത്രി ഇവൾ ഉറങ്ങുന്ന സമയം ആ കതകം തുറന്ന് ഒരു രൂപം പുറത്തേക്ക് വരുന്നുണ്ട് ഈ ചെറുക്കന്റെ വീട്ടിൽ നിന്ന്. അതൊരുമാതിരി സോംബിയെ പോലെ മുടിയൊക്കെ പറന്നൊരു പെണ്ണ്. ആ ലേഡിയുടെ കയ്യിലൊരു കത്രികയുണ്ട്. ഇതിങ്ങനെ തത്തക്കവും പിത്തക്കോന്നും പറഞ്ഞ് ഹീറോയിന്റെ കാറിനടുത്തേക്ക് വരുന്നു. നമ്മളിങ്ങനെ ശ്വാസം പിടിച്ച് പേടിച്ചിരിക്കുക. ഈ പണ്ടാര പെണ്ണാണെങ്കിൽ എഴുന്നേറ്റിട്ടുമില്ല. അവളിതൊന്നും അറിയാതെ കിടക്കുകയായിരിക്കും. ആ ലേഡി കാറിന് പിറകിലൂടെ ചെന്ന് അവിടുത്തെ ഡിക്കി തുറന്ന് കാറിനകത്തേക്ക് കയറി. എന്നിട്ട് ഹീറോയിന് അടുത്തെത്തിക്കഴിഞ്ഞു. ആ കത്രികയെടുത്ത് ഒരൊറ്റ കുത്താന്ന് വിചാരിക്കും. പക്ഷേ ഈ പെണ്ണ് ഒച്ചയുണ്ടാക്കാതെ ഹീറോയിന്റെ കുറച്ച് മുടിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അവിടെ നിന്ന് സീൻ തന്നെ കട്ട് ചെയ്ത് മറ്റൊരാളുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇനി വേറൊരാളുടെ കഥ. ആർച്ചർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കഥ. ഈ പുള്ളിക്കാരൻ കാണാതായ ഒരു പയ്യന്റെ അച്ഛനാണ്. ചെറുക്കിന് കുറച്ച് മുടിയൊക്കെ ഉണ്ട്. കാണുമ്പോൾ പെൺകുട്ടിയാന്ന് വിചാരിക്കും. എന്നാൽ അത് ആൺകുട്ടിയാ. മോൻ പോയത് മുതൽ അപ്പൻ വലിയ വിഷമത്തിലാണ്. മകൻ ഓടിപ്പോകുന്ന ഫൂട്ടേജാണ് വീണ്ടും അങ്ങേര് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണത് സംഭവിച്ചതെന്ന് പുള്ളിക്ക് പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും അങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ. മുന്നോട്ട് പോകണമെങ്കിൽ ജീവിക്കണം, ജോലി ചെയ്യണം. പുള്ളി ഇപ്രാവശ്യം ജോലി സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. കൺസ്ട്രക്ഷനാണ് വർക്ക്. വീട് പണിതുകൊണ്ടിരിക്കുക. അവിടുത്തെ സൂപ്പർവൈസറോട് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ക്ലയന്റിന് വേണ്ടത് പച്ച കളർ ഡോറായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയ പെയിന്റ് റെഡാണ്. അതാണ് കാർപ്പൻറ്റർ അടിച്ചു വെച്ചിരിക്കുന്നത്. ഇനി എന്താ ക്ലയന്റിനോട് പറയണ്ടേന്നറിയില്ല. ഇപ്പം എന്താ ചെയ്യാന്ന് സൂപ്പർവൈസർ ഹീറോയോട് ചോദിക്കുകയാണ്. അപ്പോഴാണ് ആർച്ചർക്ക് തനിക്ക് പറ്റിയ അമ്മളി മനസ്സിലാവുക. ഹീറോയാണ് പെയിന്റ് മാറി വാങ്ങിച്ചത്. ഞാനത് തിരിച്ചു കൊടുത്തിട്ട് ഗ്രീൻ പെയിന്റ് തന്നെ വാങ്ങിക്കാമെന്നും പറഞ്ഞ് ഹീറോ അവിടുന്ന് പുറപ്പെടുന്നു. ആദ്യം പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. മകന്റെ വല്ല വിവരവും കിട്ടിയോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ തെരുവിൽ അടിയുണ്ടാക്കി മൂക്ക് മുറിഞ്ഞൊരു പാവം മനുഷ്യനിരിപ്പുണ്ട്. എല്ലാ സ്റ്റേഷനിലും പോയാൽ കാണാം അടിയുണ്ടാക്കി ഒരാളെ പിടിച്ച് കെട്ടിവെച്ചിരിക്കുന്നു. എന്തായാലും ഇവിടുത്തെ സീനിയർ ഓഫീസർ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, എന്തെങ്കിലും ലീഡ് കിട്ടിയാൽ നിങ്ങളെ അറിയിക്കാമെന്ന് പറയുക. പക്ഷെ ഹീറോ അതിൽ തൃപ്തനല്ല. നിങ്ങൾ ഈ ലീഡ് അന്വേഷിച്ച് നാട് മുഴുവൻ നടക്കേണ്ട കാര്യമില്ല. ആ ടീച്ചർക്കറിയാം എൻ്റെ മകൻ്റെ ക്ലാസ് ടീച്ചർ ആയിരിക്കും ഇതിനു പിന്നിൽ. എനിക്ക് ഉറപ്പാണ്. ആ പെണ്ണിൻ്റെ ക്ലാസ്സിലെ പിള്ളേർ മാത്രമാണ് കാണാതിരിക്കുന്നത്. നിങ്ങൾ അവളെ കാര്യമായി ചോദ്യം ചെയ്തിട്ടില്ല. പിന്നെ പോലീസാന്നും പറഞ്ഞ് എന്തിനാണ് അവിടെ കുത്തിയിരിക്കുന്നത്? ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ പോലീസുകാരൻ പറയുകയാണ്, കുട്ടികളെ ആരും നിർബന്ധപൂർവ്വം ഇറക്കി കൊണ്ടുപോയിട്ടില്ല. അവർ തനിയെ ഇറങ്ങിപ്പോയതാ. പിന്നെ ആ ലേഡിക്കെതിരെ ഒരു തെളിവും ആർക്കും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഒരുപാട് നാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതല്ലേ, ഒരു കുഴപ്പക്കാരിയുമല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ അവരെ ചൂണ്ടുന്നത്? ഞങ്ങൾക്ക് അവരൊരു തെറ്റുകാരിയായിട്ട് കാണുന്നില്ല. ഇതേ കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടിയാണവർ. നിങ്ങൾക്കുള്ള വിഷമം
ആ ലേഡിക്കും ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ കണ്ടത്. ഇത് പറയുമ്പോഴും ഹീറോ കൺവിൻസ് ആവുന്നില്ല. ഹീറോയ്ക്ക് നമ്മുടെ ടീച്ചറെ തന്നെയാണ് സംശയം. അന്ന് പാരന്റ്സിന്റെ ഇടയിൽ നിന്നും ഒരു പാരന്റ് എഴുന്നേറ്റ് ഈ ടീച്ചർക്കെതിരെ ശക്തമായി പ്രതികരിച്ചില്ലേ? അത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോ തന്നെയാ. അന്ന് ഈ തിരിച്ചു കൊടുക്കാൻ കൊണ്ടുപോയ പെയിന്റ് വെച്ച് ഹീറോയിന്റെ കാറിൽ വിച്ചെന്ന് എഴുതിയതും നമ്മുടെ ഹീറോ തന്നെയാ. ഈ ഇൻസിഡൻസ് എല്ലാം കഴിഞ്ഞ് പ്രസന്റിൽ ഒരു ദിവസം രാത്രി പെട്ടെന്ന് ഉറക്കം പോയി ഹീറോ തനി എഴുന്നേൽക്കുക. നോക്കുമ്പോണ്ട് തന്റെ അതേ രൂപത്തിൽ ഒരാൾ തന്റെ ബെഡിൽ കിടക്കുന്നു. മകൻ മാത്യു റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ശബ്ദം കേൾക്കാം. ഇയാൾ പുറകെ ചെല്ല. മാത്യു വീട്ടിൽ നിന്ന് ഇറങ്ങി എതിർഭാഗത്തുള്ള ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു. ഹീറോ മകന്റെ പേരും വിളിച്ച് പുറകെ ഓടിച്ചില്ല. അപ്പൊ അവിടെ ഉണ്ട് വീണ്ടും തന്റെ അതേ വീട് തന്നെയാണ് കാണുക. ആ വീട്ടിലേക്കാണ് ഈ മകൻ ഓടിക്കയറുന്നു. ഹീറോ പുറകെ ചെല്ലും. മകന്റെ മുറിയിൽ അവന്റെ രൂപത്തിൽ ആരോ കിടക്കുന്നു. അടുത്ത് ചെന്ന് വിളിക്കുമ്പം അത് മകൻ തന്നെയാ. മകനെ കണ്ട് അപ്പം പൊട്ടിക്കരയാണ്. നിന്നെ ഞാൻ എത്ര മിസ് ചെയ്തെന്നറിയോ? നീ എവിടെ പോയതാ? അപ്പനും മോൻ എത്ര ഇഷ്ടമാണെന്നറിയോ? എന്തിനാ ഞങ്ങളെ വിട്ടുപോയതെന്ന് ചോദിച്ച് അപ്പം പൊട്ടിക്കരയവേ ഈ രൂപം മാറി ഒരു സർക്കസ് കോമാളിയുടെ രൂപമായിട്ട് അതിങ്ങനെ ചിരിച്ച് പേടിപ്പിക്കുക. ഹീറോ ഞെട്ടി എഴുന്നേൽക്കും. നോക്കുമ്പോൾ തെല്ലാരിയായി. നേരം വെളുത്തിരിക്കുന്നു. കണ്ടതെല്ലാം സ്വപ്നമാണ്. ആരെയോ തെറി വിളിക്കും ഹീറോ. പേടിക്കുന്ന ഹീറോയ്ക്ക് ഇഷ്ടമല്ല. പിറ്റേന്ന് രാവിലെ നല്ലൊരു ജാക്കറ്റൊക്കെ ഇട്ട് ഹീറോ ജോലിക്ക് ഇറങ്ങാൻ വേണ്ടി വീടിന് വെളിയിൽ വരുമ്പോഴാണ് തന്റെ മകൻ ഓടിപ്പോയ ഭാഗം ശ്രദ്ധിക്കുന്നത്. മുന്നിൽ കാണുന്ന ടവറിന് നേരെയാണ് അവൻ ഓടിപ്പോയിട്ടുള്ളത്. ഹീറോ ആ വില്ലാ പ്ലോട്ടുകളുടെയൊക്കെ മാപ്പ് എടുത്തിട്ട് തന്റെ മകൻ ഓടിപ്പോയ ഭാഗം സ്കെയിലും കൊണ്ട് വരച്ചു വയ്ക്കും. എന്നിട്ട് അവിടെ നിന്ന് കാർ എടുത്തുപോയി മറ്റൊരു കുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലാണ്. ആ കുട്ടിയുടെ അമ്മയാണ് ഉണ്ടാവുക. ആ അമ്മയോട് ഹീറോ പറയും, എന്റെ മകൻ ഓടിപ്പോയ CCTV ഫൂട്ടേജ് എന്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് ചില സംശയങ്ങളുണ്ട്. നിങ്ങളുടെ മകനും ഓടിപ്പോയ ഫൂട്ടേജ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. അതൊന്ന് കാണാൻ പറ്റുമോ എന്ന് ഹീറോ ചോദിക്കുക. എന്നാൽ ആ അമ്മ പറയും, അത് കാണാൻ ഞങ്ങൾക്ക് കരുത്തില്ല. മാത്രമല്ല മറ്റാരെയും കാണിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല എന്ന്. അവരത് കാണിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷെ ഹീറോ വിടില്ല. അവിടെ തന്നെ കാത്തിരിക്കുക. ഈ അമ്മ പറ്റില്ല എന്ന് പറഞ്ഞാലും അപ്പനുണ്ടല്ലോ. അപ്പൻ വൈകിട്ട് വരുമ്പോൾ ഹീറോ അപ്പനെ കണ്ട്, എനിക്ക് ആ ഫൂട്ടേജ് ഒന്ന് കാണണം ബ്രദർ, ദയവ് ചെയ്ത്. നിങ്ങളെപ്പോലെ തന്നെ വിഷമത്തിലാണ് ഞാൻ. എന്തെങ്കിലും തുമ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുക. ഈ മാൻ ടു മാൻ ചിലപ്പം ചില ഫീലിങ്സ് വർക്കൗട്ട് ആവും. അതുകൊണ്ട് പുള്ളിക്കാരൻ അത് മനസ്സിലാക്കിയിട്ട് ഈ കുഞ്ഞിന്റെ ഫൂട്ടേജ് കാണിച്ചു കൊടുക്കുന്നു. ഹീറോ ആ ഫൂട്ടേജ് നോട്ട് ചെയ്ത് ഈ കുട്ടി ഏത് വഴിയാണ് പോയെന്ന് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതേ വഴി മാപ്പിലൂടെയും മാർക്ക് ചെയ്യും. ഈ ഓടിപ്പോയ കുട്ടികൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഓടിപ്പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെത്തിച്ചേരുന്ന അല്ലെങ്കിൽ പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമല്ലേ, ആ സ്ഥലം ഹീറോ മാർക്ക് ചെയ്യുക. അവിടെയായിരിക്കണം എന്തെങ്കിലും ഇതേ പറ്റിയുള്ള തുമ്പ് കിട്ടാൻ സാധ്യതയുള്ളത്. എന്നാൽ അവിടെ കുറെ അധികം വീടുകളുണ്ട്. എവിടെ നിന്ന് അന്വേഷിച്ച് തുടങ്ങണമെന്നറിയില്ല. എന്തായാലും ഇപ്പൊ ഹീറോ കാർ എടുത്ത് പുറപ്പെടാണ്. അങ്ങനെ പോകുന്ന വഴിയെ ഹീറോയിന്റെ കാറ് പാസ് ചെയ്തു പോകുന്ന അയാളെ കാണും. ഇവളോട് 2 വർത്താനം നേരിട്ട് പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്നും വിചാരിച്ചിട്ട് ഹീറോ നേരെ ടീച്ചർ അടുത്തേക്ക് പോവാണ്. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയും. അപ്പൊ ടീച്ചർ, ഹീറോയിൻ, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വിചാരിക്കുന്നത് ഞാനാണ് ഈ ടൗണിലെ പ്രോബ്ലം എന്ന്. അതും മനസ്സിൽ വെച്ചിട്ട് എന്നോടൊന്നും സംസാരിക്കണ്ട. അപ്പൊ ഹീറോ പറയും, ഇപ്പോഴാണ് നീ ഒരു കാര്യമെങ്കിലും ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞത്. അതെ, നീ തന്നെയാണ് പ്രോബ്ലം. അതാണ് ഞങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത്. ഞാൻ നിന്നെ പിടിച്ച് വിഴുങ്ങാൻ വന്നൊന്നുമല്ല. ഒരു കൊച്ചിന്റെ അച്ഛനാണ് ഞാൻ. എനിക്ക് യാഥാർത്ഥ്യം മനസ്സിലാവണം. മനസ്സിലാവാതെ ഞാൻ ആരെയും വിടാൻ പോകുന്നില്ല. ഇങ്ങനെയും പറഞ്ഞ് ഇവര് തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തോ കണ്ട് ഹീറോയിൻ പേടിക്കും. നോക്കുമ്പോണ്ട് ഇവരെ പ്രിൻസിപ്പാൾ എച്ചമില്ലേ, വായക്കൂടെ കറുത്ത ഉമിനീരൊക്കെ ഒഴുകി കയ്യും വിരിച്ചു പിടിച്ച് ഇവരടുത്തേക്ക് ഓടി വരുന്നു. അയാളുടെ കണ്ണൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഹീറോയിൻ പകച്ചു നിൽക്കവേ ഈ സാധനം ഹീറോയിന്റെ പുറത്തേക്ക് ചാടി വീണ് അവളെ കൊല്ലാൻ ശ്രമിക്കുക. ഭാഗ്യത്തിന് ഹീറോ അടുത്തുള്ളതുകൊണ്ട് ഹീറോ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് ഭയങ്കര കരുത്ത്. ഈ ഗ്യാപ്പിന് ഹീറോയിൻ അടുത്തുള്ള ഷോപ്പിലേക്ക് ഓടിക്കയറുന്നു. അപ്പോഴേക്കും എച്ചം നമ്മുടെ ഹീറോനെ പിടിച്ച് ചവിട്ടി അയാളെ കൈയൊക്കെ ഒടിച്ചു കളയാണ്. എന്നാലും ഹീറോ ആ എച്ചമിനെ വിടുന്നില്ല. വിട്ടാ പെണ്ണിനെ പിടിച്ച് കൊന്നാലോ? അങ്ങനെ അവര് തമ്മിൽ അടി നടക്കുമ്പോഴാണ് ഈ പോലീസുകാരന്റെ കഥ കാണിക്കുന്നത്. ഹീറോയിന്റെ ഇടക്കാല കാമുകനില്ലേ അയാൾ പോൾ. ഈ പോളും ഹീറോയിനും പണ്ടങ്ങാണ്ട് ലവ് ആയിരുന്നു തോന്നണോ. എന്നാൽ പോളിന് ഡോണയെ കല്യാണം കഴിക്കേണ്ടി വന്നു. പക്ഷെ ഡോണയുമായിട്ടുള്ള കുടുംബജീവിതം പോളിന് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. ആ ലേഡി എങ്ങോട്ടോ ടൂർ പോയിട്ടുണ്ട്. താൻ നാട്ടിൽ വരുമ്പോൾ ഒരു പാർട്ടി സെറ്റ് ചെയ്യണമെന്ന് പോളിനെ വിളിച്ച് പറയാണ്. പോൾ അതിന് ശരിയെന്ന് പറയും. ആ പാർട്ടിക്ക് അപ്പനെയും കൂടെ വിളിക്കാൻ പറയുന്നുണ്ട്, ആ ലേഡിയുടെ അപ്പനെ. ഈ പെണ്ണിന്റെ സംസാരമൊക്കെ കുറച്ച് സഹിക്കുന്നത് പോലെയാണ് പോൾ കേൾക്കുക. എന്തായാലും ഭാര്യ പറഞ്ഞനുസരിച്ച് ഭാര്യയുടെ അച്ഛനെ പോൾ ചെന്ന് പാർട്ടിക്ക് വിളിക്കുക. അച്ഛൻ മറ്റാരുമല്ല, ആ സ്റ്റേഷനിലെ സീനിയർ പോലീസുകാരൻ തന്നെയാണ് പോളിന്റെ അമ്മായി അച്ഛൻ. ചെന്ന് പാർട്ടിക്ക് വിളിക്കുകയാണ്. അത് കഴിഞ്ഞ് മൂഞ്ചിയ ജീവിതം ഇനി എന്തിനു ജീവിക്കണം എന്നുള്ള ലുക്കോടെ ഈ പോൾ നടന്നു പോകുമ്പോഴാണ് ഹീറോയിനെ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട മൂമെന്റ്. കേസ് കൊടുക്കാൻ വന്ന ഹീറോയിൻ കൈ കാണിക്കുന്നു. പുള്ളിയും കൈ കാണിച്ചിട്ട് അവിടെ നിന്ന് പോകും. കാർ എടുത്ത് പട്രോളിങ്ങിന് പോവാ. ആ നേരത്ത് സംശയാസ്പദമായ ഒരു ഹോംലെസ് പയ്യൻ ഇങ്ങേരെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. പോള് വെറുതെ പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോണ്ട് ആ ചെറുക്കൻ ഏതോ ഒരു കെട്ടിടത്തിലേക്ക് പൂട്ടം പൊളിച്ച് അകത്ത് കയറാൻ ശ്രമിക്കുന്നു. കള്ളനാണത്. ഉടനെ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ് പോൾ ആ ചെറുക്കനെയും ഫോളോ ചെയ്ത് പോവാ. അവൻ ഇറങ്ങി ഓടും. കാർ നിർത്തി ഈ ചെറുക്കന്റെ മണ്ടയിലേക്ക് ചാടി വീണ് പോൾ അവനെ പിടിക്കുന്നുണ്ട്.
അപ്പോൾ ആ ചെറുക്കൻ പറയും, ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്, എൻ്റെ കീ കളഞ്ഞു പോയതാണ്, സത്യം, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, വേണമെങ്കിൽ അവിടെ വിളിച്ച് ചോദിക്കുന്നൊക്കെ. കള്ളാണ് അവൻ പറയുന്നത്. എന്തായാലും ഇവനെ പിടിച്ചു നിർത്തി പോക്കറ്റിൽ ഡ്രഗ്സ് എന്തെങ്കിലും ഉണ്ടോ, നീ ഇപ്പോൾ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദ്യം ചെയ്യുക. അവൻ ഒന്നുമില്ലെന്ന് പറയും. ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന പയ്യനേ അല്ല എന്ന് പറയുക. അപ്പോൾ പോൾ ഒന്നുകൂടെ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കുത്തുകയാണെങ്കിൽ എനിക്കത് ബുദ്ധിമുട്ടാകും, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഉണ്ടോന്ന്. അവൻ ഇല്ലേ ഇല്ല എന്ന് പറയാ. പക്ഷെ പോൾ ചെക്ക് ചെയ്യുമ്പം ഒരു സിറിഞ്ച് പോളിന് കുത്തുന്നുണ്ട് കയ്യിലേക്ക്. അവൻ ഡ്രഗ്സ് നിറച്ചൊരു സിറിഞ്ച് പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ നാറിയോടല്ലേ ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചത്, എന്നിട്ട് ഇവൻ കള്ളം പറഞ്ഞല്ലോ എന്ന ദേഷ്യത്തിൽ ഹീറോ അവന്റെ മുഖത്തേക്ക് ആഞ്ഞു കുത്താ. ഒറ്റ കുത്തി അവന്റെ ബോധം പോയി. എന്നിട്ട് ഓടിച്ചെന്ന് തനിക്ക് കുത്തു കിട്ടിയ ഭാഗം ക്ലീൻ ചെയ്യും. സംഭവം ഹീറോ മദ്യത്തിനൊക്കെ അഡിക്റ്റ് ആയിരുന്നു. അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ ട്രീറ്റ്മെന്റിലാണ്. ആ സമയത്തായിരുന്നു ഈ ചെറുക്കന്റെ സിറിഞ്ചിൽ നിന്നുള്ള കുത്ത് കിട്ടിയത്. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയായിരുന്നു പുള്ളിക്ക്. ഇപ്പൊ ചെറുക്കന്റെ മോന്തയ്ക്ക് കുത്തി വീഴ്ത്തുകയും ചെയ്തു. അതാണെങ്കിൽ കാറിലെ ക്യാമറയിൽ റെക്കോർഡ് ആവുകയും ചെയ്തു. ഈ ഇടി കിട്ടിയ കാര്യം ആ ചെറുക്കൻ കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ പോളിന്റെ ജോലിക്ക് തന്നെ കുഴപ്പമാവും. അതുകൊണ്ട് പോൾ ചെന്ന് അവൻ എഴുന്നേൽപ്പിച്ചിട്ട്, നീ കുഴപ്പമുണ്ടാക്കിയതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇടിച്ചത്, ഇനിയിപ്പോൾ നീ പ്രശ്നത്തിനൊന്നും വരുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടാം, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്, നീ ഇപ്പം ഇവിടുന്ന് പോയിക്കോ, ഇനി എങ്ങാനും ഈ വെട്ടത്ത് കണ്ടാൽ ഞാൻ ഉറപ്പാ നിന്നെ പിടിച്ചകത്തിടും, ഇപ്പം നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കോന്നും പറഞ്ഞ് അവൻ അഴിച്ചു വിടാണ്. അത് കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് വന്ന് തനിക്ക് പറ്റിയ അമളി തന്റെ അമ്മായച്ചനോട് പറയും. പുള്ളി വലിയ പോലീസാണല്ലോ. അപ്പം അമ്മായച്ചൻ പറയാണ്, ആ ചെറുക്കൻ കംപ്ലൈന്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, 1 മാസം കഴിയുമ്പോൾ ഈ ഫൂട്ടേജ് തനിയെ ഡിലീറ്റ് ആയി പോയിക്കോളും, എന്നാൽ അതിനുള്ളിൽ അവൻ വന്ന് കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമാണ്, അതുകൊണ്ട് സൂക്ഷിച്ചോന്നും പറഞ്ഞു വിടാണ്. ഇങ്ങനെ പല പല ടെൻഷനിലൊക്കെ പോള് വന്ന് വണ്ടിയിൽ കയറുമ്പോഴാണ് ഹീറോയിന്റെ മെസ്സേജ് ലഭിക്കുന്നത്. ഒരു സമാധാനത്തിന് അവളെ ചെന്ന് കണ്ടുകളയാന്നും പറഞ്ഞ് അന്ന് ചെന്ന് കണ്ടതായിരുന്നു. അങ്ങനെ രാത്രി ചാക്യാർകുത്തും കഴിഞ്ഞ് ചെറുക്കനെ പിറ്റേന്ന് അവന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. നടത്തം കണ്ട ഇവൻ എന്തോ തിരിച്ചു പണി കിട്ടിയ പോലുണ്ട്. എന്തായാലും വീടെത്തിയ പോള് നോക്കുമ്പം ഭാര്യ വന്നിരിക്കുന്നു. അവള് ലീവ് കഴിയുന്നതിന് മുന്നേ വീട്ടിലെത്തിയിരിക്കുന്നു. ഇന്നലെ രാത്രി എവിടെ പോയതാണെന്ന് ഭാര്യ ചോദിക്കുക. പോളിന് മറുപടിയില്ല. അവന്റെ നിപ്പും നോട്ടവും കാണുമ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് കാര്യം പിടികിട്ടി. ഇന്നലെ രാത്രി അവൻ വ്യതിചലിക്കാൻ പോയതായിരുന്നു. ഈ കാര്യം ഭാര്യ അപ്പനോട് പറയും. അപ്പൻ കട്ട കലിപ്പിലാണ് നമ്മുടെ പോളിനോട്. അതിനിടയിലാണ് ഹീറോയിനിട്ട് 2 പൊട്ടിക്കാൻ വേണ്ടി ഡോണയായ ഭാര്യ ആ ബ്രാൻഡി ഷോപ്പിലേക്ക് പോയത്. ഇതിന്റെ എല്ലാം ടെൻഷനി പോൾ നിൽക്കുമ്പോഴാണ് ആ കള്ളം പയ്യനില്ലേ അവൻ ഈ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് വരുന്നു. അവനെ കണ്ടുടനെ പോളിന് കലിയിളകും. ഇതിനെല്ലാം കാരണം അവനാണല്ലോ. നിന്നെ വീണ്ടും ഈ വഴി കാണാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോടാ, ഞാൻ നിന്നെ കൊല്ലുടാന്നും പറഞ്ഞ് ഈ ചെറുക്കന് പിന്നാലെ പോള് കാറെടുത്ത് അവനെ ഓടിച്ചു പോവുക. അപ്പോഴായിരിക്കും ഈ ഹോംലെസ് ആയ കള്ളൻ ചെറുക്കന്റെ കഥ കാണിക്കുന്നത്. എല്ലാ ക്യാരക്ടേഴ്സിനും ചെറിയ ബാക്ക് സ്റ്റോറി ഉണ്ടാവും. അത് ഈ കഥയൊന്ന് കണക്റ്റ് ആവാൻ വേണ്ടി കാണിക്കുന്ന. നമ്മുടെ ഈ കള്ളൻ ചെറുക്കൻ വലിയ ഡ്രഗ് അഡിക്റ്റാ. അവനൊരു ടെന്റും കെട്ടി ഈ ടൗണിൽ തന്നെയുള്ള ഒരു ചെറിയ കാട്ടിലാണ് താമസം. പോയ്ക്കാനും വലിക്കാനും കുത്താനും ഒക്കെ അടുത്തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഡ്രഗ്സ് എല്ലാം തീർന്നു പോവുക. ഇത് അടിക്കുന്നവർക്ക് അത് ഇല്ലാണ്ട് പറ്റില്ല. എത്രയും പെട്ടെന്ന് പുതിയ ഡ്രഗ്സ് വാങ്ങിക്കണം. അതിന് പണം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യവൻ ഏതോ ഒരു പഴയ കൂട്ടുകാരനെ വിളിച്ച്, എനിക്ക് ജോലി കിട്ടി, യൂണിഫോമും ഷൂവും വാങ്ങിക്കണം, കുറച്ച് പണം അയച്ചു തരുമോ, അടുത്ത മാസം തന്നെ ഞാൻ തിരിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെയും കാണാം നമ്മുടെ ഇടയിൽ കൂടെ. പക്ഷെ വിളിച്ച ആൾക്കറിയാം അവൻ ഫ്രോഡാണെന്ന്. അയാൾ പൈസയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുക. ഈ നേരത്ത് അവൻ ഈ കാറുകളിലൊക്കെ എന്തെങ്കിലും കിട്ടുമോ അറിയാൻ വേണ്ടി ഓരോന്നിൻ്റെയും ഡോറ് തുറന്നു നോക്കുക. ഒരു കാറിന്റെ ഡോറ് ലോക്ക് ചെയ്തിട്ടില്ല. അവൻ അകത്തു നിന്നും ഏതോ ഒരു കുഞ്ഞിന്റെ ബാഗ് കിട്ടും. LKGയിൽ എങ്ങാണ്ട് പഠിക്കുന്ന കുട്ടിയുടെ ബാഗ്. അതിൽ മറ്റൊന്നും ഉണ്ടാവില്ല, ഒരു ഐപാഡ് ഉണ്ടാവും. ഈ ഐപാഡ് കൊണ്ടുപോയി ആക്രിക്കടയിൽ ചെറുക്കൻ വിൽക്കാൻ നോക്കുക. പക്ഷെ അയാൾ പറയും, എനിക്കിതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഇതാരും വാങ്ങാനും പോകുന്നില്ല, വെച്ചോണ്ടിരുന്നിട്ട് ഉപകാരമില്ല, അതുകൊണ്ട് നീ തന്നെ കൊണ്ടുപോയിക്കോന്ന് പറയാം. അവസാനം 2 രൂപയെങ്കിലും എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അയാൾ എടുക്കുന്നില്ല. ഇനി വേറെ ഏതെങ്കിലും വഴിയിൽ കാശുണ്ടാക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു അവൻ അവിടുത്തെ ഒരു ഫാക്ടറി കുത്തി തുറക്കാൻ നോക്കിയത്. പക്ഷെ ഇത് നമ്മുടെ പോള് കണ്ടു. അങ്ങനെയാണ് അന്ന് പോൾ ഓടിക്കുന്നതും പിടിക്കുന്നതും പിന്നെ വിടുന്നതും. അത് കഴിഞ്ഞിട്ടും ഈ MDMA-കാരന് ഡ്രഗ്സ് കിട്ടിയിട്ടില്ലല്ലോ. അവൻ എന്തേലും വഴി തേടി തെരുവിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അലക്സിന്റെ വീട് കാണുന്നത്. ആ ബാക്കിയുള്ള പയ്യന്റെ വീട്. അവന്റെ വീടിന് മുന്നിൽ 5-6 പത്രങ്ങൾ കിടക്കുന്ന കാണും. വീട്ടിൽ ആളില്ലെങ്കിലാണ് ഈ പത്രങ്ങൾ ആരും എടുക്കാതെ അവിടെ കിടക്കുക. നല്ല മഴയും പെയ്യുന്നുണ്ട്. സോ വീട്ടിൽ ആളില്ലാന്ന് വിചാരിച്ചിട്ട് ഇവനൊരു വിൻഡോ വഴി ആ വീടിനകത്തേക്ക് കയറുക. അകമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും കിട്ടില്ല. സേഫോ ലോക്കറോ ഒന്നുമില്ല. ശരി, ഉള്ള സാധനം എന്തേലും പെറുക്കിയെടുക്കാന്നും പറഞ്ഞ് കുറച്ച് CD കാസറ്റും സ്പൂണും കപ്പിയും കരണ്ടിയൊക്കെ അവൻ അടിച്ചു മാറ്റാൻ നോക്കുക. അപ്പണ്ട് സോഫയിൽ ഇങ്ങനെ 2 രൂപ ഇരുന്നിട്ട് മുന്നോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക.